തലപ്പേനുണ്ടോ എനിക്ക് നന്നായിട്ട് നോക്കണേ. അയ്യോ ഇതെന്നാ ഈ കാണിക്കുന്നത്? എന്റെ വൃത്തിയുടെ ഈ നടവാതൊക്കെ വന്നിരുന്നോണ്ട് പേ നോക്കുന്നു. തലയും കണ്ട് കഴിച്ചിട്ട് പ്രാന്തിയുടെ കണക്ക് ഇരിക്കുക. കുളിക്കുകയില്ല, നനയ്ക്കുകയില്ല. അതിന്റെ കൂടെ ആ പിള്ളേരും. എഴുന്നേറ്റ് പോ പിള്ളേരെ. നിങ്ങൾ എന്തോ പണി കാണിക്കുന്നത്? എന്താ ഉറക്കെ പറ. ആ ഞാൻ കേട്ടു, എനിക്ക് മനസ്സിലായി കേട്ടോ. അയ്യോ അതിലെ എല്ലാം കൂടി ആ മുടിയും വലിച്ചു വാരി ഇടും. ഭക്ഷണത്തിലൊക്കെ അത് വീഴും. ഒരു വൃത്തിയില്ല. കണ്ടില്ല ആ പിള്ളേരെ കാണിക്കും. ആ നല്ല രസമുണ്ട്. ആ വലിച്ചു പറിക്കാം മുടിയെല്ലാം കൂടെ. ഒരു ഐശ്വര്യം വന്നു കഴിയുന്ന വഴിയാണ് നടവാതുക്കൽ. അതിന്റെ മുന്നിൽ വന്നിരുന്ന തലമുടി അഴിച്ചിട്ടിരിക്കും. അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വൃത്തിയും വീറും ഒക്കെ ഉള്ള ആൾക്കാരോട് വേണം പറയാൻ. മുടി അഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഭദ്രകാളിയുടെ കണക്ക്. നിങ്ങൾ മക്കളെ എന്റെ വരെ പേ നോക്കിക്കോ. അവള് പറയുന്നൊന്നും കേക്കണ്ട കേട്ടോ. ആ പേനൊക്കെ നിങ്ങളുടെ തലയിലോട്ട് വരും കേട്ടാ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. എണീറ്റോ? അങ്ങനെ ഞാൻ പറഞ്ഞ എണീറ്റ് പറഞ്ഞ പിള്ളേർ ആ തല കൊണ്ടേ മുട്ടയടിക്കും. അപ്പൊ മുട്ടയടിക്കടി പൊടി വന്നോ അടുക്കള പടിയിലടി നിനക്ക്. മറ്റുള്ളവരോട് ആരെങ്കിലും വന്ന് കണ്ടാൽ എന്തോ പറയും? എന്തു പറയാനാ? ആരും വന്ന് ആരും തലയാണോ ലോകത്തുള്ളവരൊക്കെ? എനിക്ക് മാത്രമാണോ തലയുള്ളത്? അയ്യോടാ ആരും കണ്ടു വന്നാ എന്നാ പറയുന്നത്? നല്ല ഒരു പ്രാന്തി കുത്തിയിരിക്കുന്ന പോലെ. ആ പ്രാന്തി ആക്കി പ്രാന്തി. നീ നിന്റെ വഴി നോക്ക്. പോയി അടുക്കള പോയി വല്ല ചോറും കറിയും മക്കടി. ആരെ പരിപ്പിക്കാൻ വന്നിരിക്കുന്നത് നീ? അത് ഞാൻ ചെയ്തോളാം. ഏറ്റവും കൂടി ഓടണം. പിള്ളേരെ നിങ്ങൾ വേണ്ട അവിടെ ഇരുന്നോ. അവള് പറയുന്നത് പോലീസ് വരുന്നുണ്ട്. പോലീസ് വരുന്നു. ആ പോലീസിന്റെ വഴിക്ക് പോക്കോളൂ. അയ്യോ അവൾ എന്നെ പഠിപ്പിക്കാൻ വരിക. നടവാതൊക്കെ ഇരിക്കരുതൊന്നും. കൊച്ചു നോക്കിയാ മോനെ. അവൾ പറയുന്ന ഒന്നും കേക്കരുത് കേട്ടോ. ആ തല ഇങ്ങ് പറിച്ചെടുക്കും. വെറും ഒറ്റ വൃത്തിയില്ല. പുഴുവാ തലയില്. പുഴു. എന്താ പറഞ്ഞേ? പിള്ളേരെ കേക്കലെന്നൊന്നും പറയരുത് കേട്ടോ. പിള്ളേര് കേട്ടാ മക്കളെ ഇല്ലല്ലോ. ചെവി കുത്തിക്കോളാം കേട്ടോ. എത്ര പറഞ്ഞാലും കേൾക്കാ. പറഞ്ഞിട്ടെന്തായാലും കേക്കില്ല. മടുത്തു. നമിച്ചു. നമിച്ചെങ്കി പോ.